ഹരിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് മാസം 2 പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഉണ്ട്. അതായത് സർവേശ്വരകാരകനായ വ്യാഴം മെയ് 14 രാത്രി 10:38 ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നു. പിന്നീട് മെയ് 18 രാത്രി 9:10 രാഹുകേതുക്കളുടെ ആക്സിസും മാറുന്നു. രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കുമാണ് തൻ്റെ രാശി മാറുന്നത്. ഇത് ഓരോ മനുഷ്യ ജീവിതത്തെയും സാരമായി ബാധിക്കാൻ ഇടയുള്ള രാശിമാറ്റം തന്നെയാണ്. സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഓരോ മനുഷ്യ ജീവിതത്തെയും ബാധിക്കുന്നു. അത് ഓരോ നക്ഷത്ര ജാതരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയുവാനാണ് ഇനിയുള്ള വീഡിയോകളിൽ ശ്രമിക്കുന്നത്. ഈ ഒരു നക്ഷത്രക്കാരുടെ ഒരു സാമാന്യമായ ഒരു വിവരണവും അതിനുശേഷം ഇവർക്ക് ഈ 2025 ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇവരെ ബാധിക്കുന്നു എന്നുള്ളതും പറയാമെന്ന് വിചാരിക്കുന്നു. അശ്വതി നക്ഷത്രം തന്നെ നമുക്ക് ആദ്യം നോക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ ബുദ്ധിശക്തി, ധൈര്യം, സാമർഥ്യം എന്നിവ ഉണ്ടായിരിക്കും ഈ അശ്വതി നക്ഷത്രത്തിൽ ജാതരായവർക്ക്. ഓർമ്മശക്തി, അറിവ് സമ്പാദിക്കുന്നതിൽ താൽപ്പര്യം, വിശാലമായ നയനങ്ങൾ, വിസ്തൃതമായ നെറ്റിത്തടം, ശാന്തത, വിനയം, ചിലപ്പോൾ നിർബന്ധ ബുദ്ധി, ബലപ്രയോഗത്തിന് വഴങ്ങാത്ത സ്വഭാവം, നിശ്ചയദാർഢ്യം, ചിലപ്പോൾ മദ്യപാനാസക്തി, സേവന സന്നദ്ധത, പരിശ്രമശീലം തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ സ്ത്രീകൾ ജനിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളായിട്ട് പറയേണ്ടത് കാർത്തിക, മകയിരം, പുണർദം, വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ്. അശ്വതി നക്ഷത്രക്കാരുടെ വൃക്ഷം കാഞ്ഞിരമാണ്. മൃഗം കുതിര, പക്ഷി പുള്ള്, ഗോത്രം മരീചി, വർണ്ണം ബ്രാഹ്മണവർണ്ണം, ഭൂതം പൃഥ്വിഭൂതമാണ്. അക്ഷരം ആ എന്ന സ്വരാക്ഷരമാണ്. ഗണം ദേവഗണമാണ്. നക്ഷത്രദേവത അശ്വിനി ദേവന്മാരാണ്. ഈ അശ്വിനി ദേവന്മാർ നക്ഷത്രദേവതയായ അശ്വതി ജാതരിൽ നിന്ന് ഔഷധങ്ങൾ സ്വീകരിക്കുന്നതും അവർ ഔഷധങ്ങൾ നൽകുന്നതും ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമുക്കിനി ഇവരുടെ ഒരു ദശാകാലങ്ങളിലേക്കൊന്ന് ചിന്തിക്കാം. അശ്വതി നക്ഷത്ര ജാതർ കേതു ദശയിലാണ് ജനനം. കേതു മൊത്തത്തിൽ 7 വർഷമാണുള്ളത്. എന്നിരുന്നാലും ഓരോ ജാതർക്കും ഇത് വ്യത്യസ്തമായി വരും. ഓരോരുത്തരും അവരവരുടെ ജാതകങ്ങളിൽ അവർ എത്ര നക്ഷത്ര നാഴിക ചെന്നതിന് ശേഷമാണോ ജനിച്ചത് എന്നറിഞ്ഞ് വേണം ഇങ്ങനെയുള്ളൊരു ദശാകാലം നിർണ്ണയിക്കുവാൻ. അതായത് മൊത്തം 60 നാഴികയോളമുള്ള ഒരു നക്ഷത്രത്തിൽ ഇവർ എത്രാമത്തെ നാഴികയിലാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കി ആ ഒരു ഇതിന് ശേഷമുള്ള ഒരു ശിഷ്ട ദശ കാലമാണ് കേതു അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിനെ ആശ്രയിച്ചാണ് തുടർന്ന് അവരങ്ങോട്ടുള്ള അവരുടെ എല്ലാ ദശാകാലങ്ങൾ നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 7 വയസ്സിനകത്ത് ഇവർക്ക് കേതു ദശ കഴിഞ്ഞിരിക്കും. ഈ കേതു ദശ കേതുവിന് ഹേതു വേണ്ട എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില ബാലാരിഷ്ടതകളും കുടുംബത്തിൽ ചില എന്തെങ്കിലുമൊക്കെ ഒരു അരിഷ്ടകളും ഒക്കെ ഒരു സാധ്യത ഉള്ള ഒരു ജനനമായിരിക്കും ഇവരുടേത്. പിന്നെ അത് ജാതകത്തിലെ കേതുവിൻ്റെ കേതു നിൽക്കുന്ന രാശി അധിപനെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കേതു ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. കേതുർദശ ഇവരുടെ ശൈശവകാലമാകയാൽ മാതാപിതാക്കൾ ഈ കേതുദശ ഗണപതിക്ക് വേണ്ട വഴിപാടുകളൊക്കെ നടത്തി ഇവരുടെ ആ ഒരു അരിഷ്ടതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടതാണ്. പിന്നെയുള്ളൊരു 20 വർഷക്കാലം ശുക്രദശയാണ്. ശുക്രൻ ജാതകത്തിൽ എങ്ങനെയാണ് ബലവാനാണോ ശുക്രൻ്റെ ആ ഒരു ബലാബലം അനുസരിച്ച് വേണം അവരുടെ ആ ഒരു ദശ കാലം നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഒരു പഠന സമയം ശുക്രദശയാണ്. ഇവർക്ക് കേതു എത്ര കിട്ടിയെന്ന് കഴിഞ്ഞ് വേണം അത് മനസ്സിലാക്കുവാൻ. ഇപ്പോൾ ഒരു പഠനകാലം മൊത്തം ഇങ്ങനെയൊരു ശുക്രദശയായിരിക്കും എന്ന് മനസ്സിലാക്കണം. ജാതകത്തിലെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി വേണം ശുക്രദശ അവർക്ക് അനുഭവിക്കേണ്ടത് വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ. അപ്പോൾ ഈ ശുക്രനെ പ്രീതിപ്പെടുത്തേണ്ടവനായിട്ട് ദേവിയെ ഭജിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. ശുക്രന് മദനകാരകത്വമൊക്കെ ഉള്ളതിനാൽ
വിവാഹിതരാകുവാനൊക്കെ ഒരു നല്ലൊരു സമയമാണ് ഈ ശുക്രദശാകാലം. തുടർന്ന് വരുന്ന ആദിത്യ ദശ അതിനത്ര അനുകൂലമായിരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ശുക്രദശ അവസാനിക്കുന്നതിന് മുമ്പ് വിവാഹിതരാകുവാനായിട്ട് ജ്യോത്സ്യന്മാർ നിർദ്ദേശിക്കാറുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു 6 വർഷം അനുകൂലനാണെങ്കിൽ ഒരു പക്ഷേ വിവാഹിതരാവാൻ നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും കൂടുതലും ഗുണം ഈ ഒരു ശുക്രദശയിൽ വിവാഹം ആകുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ചന്ദ്രദശാകാലമായിരിക്കും അതിന് കൂടുതൽ അനുകൂലമാവുക. പിന്നെ അടുത്ത ഒരു 6 വർഷക്കാലം ആദിത്യദശയാണ്. ശുക്രൻ കഴിഞ്ഞുള്ള ഒരു 6 വർഷക്കാലം ആദിത്യദശയാണ് ഇവർക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ ആദിത്യൻ എന്ന് പറയുന്നത് 27 വയസ്സിന് ശേഷമുള്ളൊരു 6 വർഷക്കാലം എന്ന് മനസ്സിലാക്കണം. അത് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കേതു എത്ര കിട്ടിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കി ഈ ആദിത്യൻ്റെ സ്ഥിതി മനസ്സിലാക്കി വേണം ഫലം അനുഭവം ചിന്തിക്കുവാൻ. അപ്പോൾ ആദിത്യനായതുകൊണ്ട് തന്നെ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശിവപ്രീതികരമായ വഴിപാടുകളൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ആദിത്യന് ഒരു ആത്മകാരകത്വമൊക്കെ ഉള്ളതിനാൽ അവനവനും അതുപോലെ തന്നെ ആദിത്യനെ കൊണ്ട് പിതൃകാരകൻ കൂടിയായതിനാൽ പിതാവിനുള്ള ഒരു ശുഭാശുഭ ചിന്തകളും ഈ ആദിത്യൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് അതിനു വേണ്ട അഥവാ ദോഷസ്ഥാനത്താണെങ്കിൽ അതിനു വേണ്ട പരിഹാരങ്ങളുമൊക്കെ ചെയ്തു വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അതുമല്ല, ആദിത്യൻ അനിഷ്ടഭാവത്ത് നിന്നുകൊണ്ട് ഏഴാം ഭാവവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ, അതായത് ദൃഷ്ടി കൊണ്ടോ യോഗം കൊണ്ടോ ഒക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ വിവാഹം വൈകിപ്പിക്കുവാനുള്ള സാധ്യതയും വിവാഹം നീണ്ടുപോകുവാനുള്ളൊരു സാധ്യതയും കണക്കിലെടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ശുക്രദശയായിരിക്കും ഇവർക്ക് വിവാഹിതരാകുവാൻ ഏറ്റവും ഉത്തമം എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്നുള്ള ആദിത്യദശാകാലത്ത് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും വേണം. പിന്നെയുള്ളൊരു 10 വർഷക്കാലം ചന്ദ്രദശയാണ്. അപ്പോഴത്തേക്കും ഇവരൊരു വളർന്ന ഒരു പക്വത എത്തിയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു 10 വർഷക്കാലം ഇവർക്ക് ചന്ദ്രദശയാണ്. ചന്ദ്രൻ്റെ സ്ഥിതി ബലാബലങ്ങളും ചിന്തിച്ച് ചന്ദ്രന് വേണ്ട പരിഹാരങ്ങൾ വേണ്ട ദുർഗാദേവിയെ ഭജിക്കുകയോ അതല്ല ചന്ദ്രന് പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളി ഭജനമൊക്കെ നടത്തി അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെയുള്ള 7 വർഷക്കാലം കുജനാണ്. ഈ കുജനും ജാതകത്തിലെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം. കുജൻ യുഗ്മരാശിയിലാണെങ്കിൽ ദേവി തന്നെ ഭജിക്കേണ്ടത്. പിന്നെ അല്ല ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യ ഭജനമാണ് വേണ്ടത്. പിന്നെയുള്ളൊരു 18 വർഷക്കാലം അവർക്ക് രാഹുദശയാണ്. 18 വർഷക്കാലം അപ്പോഴത്തേക്കും ഇവർ പ്രായപൂർത്തിയൊക്കെ എത്തി ഒരു കുടുംബ ജീവിതത്തിലൊക്കെ അവർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 18 വർഷക്കാലം രാഹുവിൻ്റെ ബലാബലം അനുസരിച്ച് സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകളൊക്കെ നടത്തിക്കൊള്ളണം. പിന്നെ ഒരു 16 വർഷക്കാലം വ്യാഴദശയാണ്. ഈ വ്യാഴദശയിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യവും ബലാബലവും ഒക്കെ ചിന്തിച്ച് വേണം ഈ വ്യാഴത്തിന് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുകയും ഒക്കെ വേണം. പിന്നെയുള്ള ഒരു 19 വർഷക്കാലം അപ്പോഴത്തേക്കും അവർക്ക് വളരെ പ്രായം ചെന്നിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു 19 വർഷക്കാലം ശനിദശയാണ്. ഈ ശനിദശയിൽ ശനിയുടെ ബലാബലം നോക്കിയിട്ട് ശാസ്താക്ഷേത്രങ്ങളിലേക്ക് ഭജിക്കുകയും ഒക്കെ ചെയ്തു കൊള്ളുക. പിന്നെയുള്ള ഒരു 17 വർഷക്കാലം ബുധനാണ്. ദശയിലെ 17 വർഷക്കാലം. അങ്ങനെ ആ ഒരു 17 വർഷക്കാലം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭജനം നടത്തി അവരുടെ ജീവിത സായാഹ്നം അനുഭവിച്ചു കൊള്ളുക. മനുഷ്യൻ്റെ ശരാശരി ആയുസ് 120 വർഷം എന്ന് കണക്കാക്കിയാണ് ആചാര്യന്മാർ ദശാഫലം വർഷങ്ങൾ ചിന്തിക്കുന്നത്. ഇതിൽ ഓരോരുത്തരുടെയും ജാതക ചിന്ത നടത്തി അവരുടെ ആയുർദൈർഘ്യം കണക്കാക്കി വേണം ഒരുവൻ്റെ ദശാഫലങ്ങളും എത്രത്തോളം വർഷങ്ങൾ കിട്ടുമെന്നുള്ളതും കണക്കാക്കേണ്ടത്. 2025 ഗ്രഹങ്ങളുടെ രാശിമാറ്റം അശ്വതി നക്ഷത്ര ജാതരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. ബുദ്ധി സാമർഥ്യമുള്ളവരും വിമർശന ബുദ്ധിയാ കാര്യങ്ങൾ നോക്കിക്കാണുന്നവരുമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം അത്ര തന്നെ അനുകൂലമായിരിക്കുകയില്ല. ഇവരുടെ രണ്ടാം ഭാവത്ത് നിന്നിരുന്ന അതായത് ധനസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴമാണ് ഇവർക്ക് 3ലേക്ക് മറയുന്നത്. 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ സ്വസ്ഥാനത്ത് നിന്ന് മാറ്റം സംഭവിക്കുക, കാര്യവിനാശം എന്നിവയാണ് ഫലം ആകുന്നത്. അതായത് 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്ന ഒരു ചൊല്ലുമുണ്ട്. പോരെങ്കിൽ ഇവർക്ക് 7 ശനിയുടെ പിടിയിലുമാണ്. ഇവരുടെ ശനി 12-ലാകയാൽ ഇവർക്ക് ചെലവ് അധികരിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്.
അതിനാൽ ഇവർക്ക് യാത്രകളിലൊക്കെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാവും ഉത്തമം. സൂക്ഷ്മത കുറവ് കൊണ്ട് വാഹനാപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അശ്രദ്ധ കൊണ്ട് വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയും ദേഹത്തിൽ മുറിവുകളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അധ്വാനഭാരവും ചുമതലകളും കൂടുതലുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുമെങ്കിലും ചിലത് വിട്ടുപോകും. സുരക്ഷാ സംവിധാനം സുശക്തമാക്കുവാൻ നിർബന്ധിതനാകും. പിന്നീട് ശനിയെ പ്രീതിപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുക. അങ്ങനെ രാഹുകേതുക്കളുടെ രാശിമാറ്റം നോക്കുകയാണെങ്കിൽ ഇവർക്ക് രാഹുവിൻ്റെ സ്ഥിതി അനുകൂലമായി വരുന്നു. അത് ഒരു ഗുണകരമാണ്. ഇവിടെ 12-ൽ നിന്നിരുന്ന രാഹുവാണ് ഇവർക്ക് 11-ലോട്ട് പോയത്. അത് അനുകൂലവുമാണ് താനും. ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും. ജനോപകാരപ്രദമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ആശ്വാസത്തിനും മനസ്സംതൃപ്തിക്കും അംഗീകാരത്തിനും വഴിയൊഴുക്കും. സത്യസന്ധമായ പ്രവർത്തനങ്ങൾ വിമർശനങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊഴുക്കും. ആത്മവിശ്വാസം, ഉത്സാഹം, ഉന്മേഷം, കാര്യനിർവഹണ ശക്തി തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊഴുക്കും. ഈ കേതുവിൻ്റെ സ്ഥിതി ഇവർക്ക് 5-ലാണ് എന്നുള്ളത് അത്ര ഗുണകരമല്ല. ഉദരസംബന്ധമായ ചില അസുഖങ്ങൾക്കൊക്കെ ഒരു കാലമാണ് എന്നറിയുക. അതുകൊണ്ട് നിർബന്ധമായിട്ടും കേതുവിനെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലം തന്നെയായിരിക്കും ഇവർക്ക് ഈ 7 ശനിയുടെ ദോഷം മാറ്റുവാൻ ശാസ്താപ്രീതി വരുത്തണം. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടുവാൻ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ദർശിക്കുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും ചെയ്യണം. അവരവരുടെ ജാതകപ്രകാരമുള്ള ദശ അപഹാരനാഥനെയും മനസ്സിലാക്കി ഇവരുടെ ചന്ദ്രരാശാധിപനായ കുജനെയും ഒക്കെ പ്രീതിപ്പെടുത്തുക വഴി, അതുപോലെ കുടുംബക്ഷേത്ര ദർശനവും കുടുംബക്ഷേത്രത്തിൽ വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ ഇവർക്ക് 2025 അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കാം. അശ്വതി നക്ഷത്ര ജാതർക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.